ഇത് കാണുന്ന ബിസിനസ് ഓണേഴ്സിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനറോ, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിൽ പോകാറുണ്ടോ? ഡെഫിനറ്റ്ലി യെസ് ആയിരിക്കുമല്ലോ. നിങ്ങൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ബിസിനസ് ഓണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് ആയിരിക്കുമല്ലോ. അതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പേഴ്സണൽ കോച്ചോ ഒരു പേഴ്സണൽ ട്രെയിനറോ ഉണ്ടോ? ഡെഫിനറ്റ്ലി അത് വേണം. 4 മേഖലകളിലാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റുക. ഒന്ന്, നിങ്ങൾക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കണം. എ വേണോ ബി വേണോ ഡിസിഷൻസ് എടുക്കണം. അവിടെ ഡെഫിനറ്റ്ലി സഹായിക്കാൻ പറ്റും. സെക്കൻഡ്, നിങ്ങളുടെ ഗ്രോത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാർജിൻസ് കൂടുന്നില്ല, ആ ഒരു മേഖലയിൽ സഹായിക്കാൻ പറ്റും. 3, നിങ്ങളുടെ സീനിയർ ലീഡർഷിപ്പ് ടീം നല്ല പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങളുടെ ടീമിനെ വെച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു കോച്ചിന് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 4, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് കോഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യണം, ലീഡർഷിപ്പ് മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ലെവൽ 5 ലീഡർഷിപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആ തലത്തിലോട്ട് എത്തണം. ഡെഫിനറ്റ്ലി ഒരു കോച്ചിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങളൊരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ പോകുന്ന പോലെ തന്നെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഒരു കോച്ചിന് നിങ്ങളുടെ ബിസിനസ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. ലോങ് ടേമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയും കൂട്ടാൻ പറ്റും. ഞാൻ സാം കൃഷ്ണൻ, റിസൾട്ട്സ് ഗ്യാരണ്ടീഡ് ബിസിനസ് കോച്ച്.